ഓക്കിടെൽ എന്ന ബ്രാൻഡിന്റെ ഓക്കിടെൽ WP300 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു റഗഡ് സ്മാർട്ട് ഫോണും ആണ്, അതുപോലെ തന്നെ ഒരു മോഡുലാർ ഡിസൈനിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കിടെൽ WP300 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ ബാറ്ററിയാണ്. 16000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. സാധാരണ ഫോണുകളിൽ 5000 mAh ബാറ്ററിയും 6000 mAh ബാറ്ററിക്കാണ് വരാറ്. ആ ഒരു ടൈമിലാണ് ഇതിൽ 16000 mAh ബാറ്ററിക്ക് വരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. ഇതിൽ IP68, 69K റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു സ്ക്രീനൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇയർബഡ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ച് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രീന് നമുക്ക് ഫോണിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ആ ഒരു സ്ക്രീന് നമുക്ക് അവിടുന്ന് എടുത്തിട്ട് നമ്മുടെ സ്ട്രാപ്പിലോട്ട് കണക്ട് ചെയ്താൽ അത് സ്മാർട്ട് വാച്ച് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇയർബഡ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ക്യാമ്പിംഗ് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് അവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഇത് മോഡുലാർ ഡിസൈനിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 24 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 36 GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 108 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 MP മാക്രോ ലെൻസേ വരുന്നുള്ളൂ. ഇപ്പം നൈറ്റ് വിഷൻ ക്യാമറയോ അല്ലെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. ഫ്രണ്ടിൽ 32 MP സോണി IMX 616ൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വില ഏകദേശം 34,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നും പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മെയിൻ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം LCD പാനലേ വരുന്നുള്ളൂ. 34,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ മിസ്സിംഗ് ആണ്. ഇതിൽ LCD പാനലേ വരുന്നുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 650 nits ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല ഇതിൽ വരുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 499 ഗ്രാമാണ്. അത്യാവശ്യം നല്ലോണം വെയിറ്റ് കൂടിയ സ്മാർട്ട് ഫോണാണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇത്രയും കൂടുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് സ്വാഭാവികമായിട്ട് കൂടുന്നതായിരിക്കും. പിന്നെ തിക്നെസ് വരുന്നത് 23.2 mm ആണ്. തിക്നെസ്സും വളരെ കൂടുതലാണ്. സാധാരണ ഫോണുകളെക്കാളൊക്കെ 3 ഇരട്ടി തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് തിക്നെസ്സും കൂടാൻ ചാൻസ് ഉണ്ട്. വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $399 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 34,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ല ബാറ്ററി കപ്പാസിറ്റി, അതുപോലെ തന്നെ നമുക്ക് മോഡുലാർ ഡിസൈനിലുള്ള ഒരു ഫോണാണ് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ മോഡുലാർ ഡിസൈനിൽ വരുന്ന ഒരു മാറ്റാൻ പറ്റിയിട്ടുള്ള ഇയർബഡും വാച്ചും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇതൊക്കെ നല്ല ഫീച്ചേഴ്സ് ആണ്.
പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലും നെഗറ്റീവായിട്ട് പറയേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യില്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റും തിക്നെസ്സൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് എനിക്ക് വേണ്ട പ്രോസസ്സറും ഡിസ്പ്ലേയും അത്ര മികച്ചതും അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലുള്ള ഒരു ഫോൺ സെലക്ട് ചെയ്തോളണം എന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റീസ് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.